Guys, welcome back to our channel. ഇന്ന് നമ്മൾ ICDയിലെ ചാപ്റ്റർ 12 ഡിസീസസ് ഓഫ് ദി സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ ആണ് നോക്കുന്നത്. ഇത് വരുന്നത് L കാറ്റഗറിയിലാണ്. L കാറ്റഗറിയിൽ L00 തൊട്ട് L99 വരെയുള്ള കാറ്റഗറിയിലാണ് ഡിസീസസ് ഓഫ് ദി സ്കിൻ ആൻഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ വരുന്നത്. സോ ഇവിടെ പ്രഷർ അൾസർ അല്ലെങ്കിൽ അതിന് നമ്മൾ ബെഡ് സോർ എന്നും അതുപോലെ തന്നെ ഡെക്യുബിറ്റസ് അൾസർ എന്നും പറയും. ഇതിൻ്റെ കോഡിംഗ് കാറ്റഗറി വരുന്നത് L89 ആണ്. സോ പ്രഷർ അൾസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊലോങ്ഡ് പ്രഷർ കാരണം അവിടെ വരുന്ന സ്കിൻ ഇഞ്ചുറീസിനെയാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. സോ നമുക്കറിയാമല്ലേ, പ്രഷർ അൾസർ വരുന്നത് എല്ലാവർക്കും ഒരേ സ്ഥലത്തല്ല, പലർക്കും പല സ്ഥലത്താണ് അൾസർ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു പേഷ്യൻറ്റിന് എവിടെയാണ് അൾസർ പറഞ്ഞിട്ടുള്ളതെന്നാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആ അൾസർ ഏത് സ്റ്റേജിലെന്നാണ്. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നോക്കേണ്ടത് സൈറ്റും സ്റ്റേജും ആണ്. നമുക്കിവിടെ സിവിയറിറ്റി വെച്ച് 4 സ്റ്റേജസ് ഉണ്ട്. ഇപ്പം നമുക്ക് എപ്പിഡെർമിസ് ആണ് നഷ്ടമായെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേജ് 1 എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ പ്രീ അൾസർ എന്ന് പറയും. അതുപോലെ തന്നെ എപ്പിഡെർമിസും ഡെർമിസും ആണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേജ് 2 ആണ് വരുന്നത്. അതിന് നമ്മൾ പാർഷ്യൽ തിക്നെസ് എന്ന് പറയും. ദെൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ് നഷ്ടമായെങ്കിൽ നമ്മളവിടെ സ്റ്റേജ് 3 എന്നാണ് പറയുന്നത്. അതിന് ഫുൾ തിക്നെസ് എന്ന് പറയും. കാരണം അവിടെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നഷ്ടമായിട്ടുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് വരുന്ന സ്റ്റേജാണ് സ്റ്റേജ് 4. അവിടെ നമുക്ക് മസിൽ അല്ലെങ്കിൽ ബോണൊക്കെ വിസിബിൾ ആവുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 4. അതിന് നമ്മൾ നെക്രോസിസ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ പ്രഷർ അൾസറിൽ കോഡ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ അത് ഏത് സൈറ്റ് ആണെന്ന് അറിയണം, അതുപോലെ തന്നെ അത് ഏത് സ്റ്റേജിലാണെന്നും അറിയണം. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഗൈഡ്ലൈൻസ് നോക്കാം. അതിലാദ്യം വരുന്നതാണ് The stage of an unstageable pressure ulcer is revealed after debridement. Assign only the code for the stage revealed following debridement. ഈ ഗൈഡ് ലൈൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നു, അയാൾക്ക് അൾസർ ഉണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ള് പസ് നിറഞ്ഞിരിക്കുകയാണ്. സോ ഇത് കാരണം ഡോക്ടറിന് ഏത് സ്റ്റേജാണെന്ന് പറയാൻ പറ്റുന്നില്ല. സോ ഇതിനെയാണ് നമ്മൾ അൺസ്റ്റേജബിൾ എന്ന് പറയുന്നത്. അതായത് ഡോക്ടർക്ക് പോലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജാണ് അൺസ്റ്റേജബിൾ. സോ പേഷ്യൻ്റ് പോകുന്നതിന് മുന്നേ ഡോക്ടർ ആ പസ്സൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നു. സോ റിമൂവൽ ഓഫ് പസ്സിനെയാണ് നമ്മളിവിടെ ഡെബ്രിഡ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ദ ഡെബ്രിഡ്മെൻറ്റ് ഇപ്പോൾ ഡോക്ടറിന് മനസ്സിലായി അത് ഏത് സ്റ്റേജിലാണെന്ന്. കാരണം പസ്സൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. സോ ഇങ്ങനെയുള്ള കേസിൽ, അതായത് പേഷ്യൻ്റ് വന്നപ്പോൾ അൺസ്റ്റേജബിൾ ആയിരുന്നു, ആഫ്റ്റർ ദ ഡെബ്രിഡ്മെൻറ്റ് ഏത് സ്റ്റേജാണോ റിവീലായത് ആ സ്റ്റേജ് ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. പിന്നീട് അതിന് നമ്മൾ അൺസ്റ്റേജബിൾ കോഡായിട്ട് കോഡ് ചെയ്യൂല. സോ പേഷ്യൻ്റ് വന്നപ്പോൾ അൺസ്റ്റേജബിൾ ആയിരുന്നു, ഡെബ്രിഡ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏത് സ്റ്റേജാണോ റിവീലായി കഴിഞ്ഞത് ആ റിവീലായ സ്റ്റേജ് ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഗൈഡ് ലൈൻ. ദെൻ രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൈറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റേജ് വരുമ്പോൾ. സോ ഡിഫറെൻറ്റ് സൈറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റേജ് വരുന്ന കേസിൽ നമ്മൾ രണ്ടും കോഡ് ചെയ്യും. പക്ഷേ അതിലേതാണോ സിവിയർ ആയിട്ടുള്ളത് അതായിരിക്കും നമ്മൾ ആദ്യം കോഡ് ചെയ്യുന്നത്. അതിനുശേഷം കോമ ഇട്ടിട്ടായിരിക്കും നമ്മൾ സെക്കൻഡറി കോഡ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് സൈറ്റിൽ ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജ് വരുമ്പോൾ കോഡ് ബോത്ത് വിത്ത് സിവിയർ ആസ് പ്രൈമറി, ദെൻ കോഡ് സെക്കൻഡറി. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അതൊന്ന് നോട്ട് ചെയ്തു. അതായത് ഇപ്പോൾ റൈറ്റ് ഹിപ്പിൽ സ്റ്റേജ് 3 അൾസർ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹിപ്പിൽ സ്റ്റേജ് 4 അൾസർ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സൈറ്റാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കോഡ് ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മൾ ഗൈഡ് ലൈൻ പഠിച്ചപ്പോൾ പറഞ്ഞു സിവിയർ ആയിട്ടുള്ളതായിരിക്കണം ആദ്യം കോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ സ്റ്റേജ് 3 അൾസറിനെയും സ്റ്റേജ് 4 അൾസർ വെച്ച് നോക്കുമ്പോൾ സ്റ്റേജ് 4 അൾസറാണ് സിവിയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ
ലെഫ്റ്റ് ഹിപ്പ് സ്റ്റേജ് 4 അൾസർ ആയിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. ദെൻ കോമ ഇട്ടിട്ട് നമ്മൾ റൈറ്റ് ഹിപ്പ് സ്റ്റേജ് 3 അൾസർ കോഡ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ റൈറ്റ് ഷോൾഡറിലെ സ്റ്റേജ് 1 ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഷോൾഡറിൽ സ്റ്റേജ് 3 ആണ്. ഇപ്പം നമ്മൾ കോഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ഷോൾഡർ സ്റ്റേജ് 3 ആയിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. പിന്നെ ആയിരിക്കും റൈറ്റ് ഷോൾഡർ സ്റ്റേജ് 1 കോഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ സ്റ്റേജ് 1ഉം സ്റ്റേജ് 3യും വെച്ച് നോക്കുമ്പോൾ സ്റ്റേജ് 3 ആണ് സിവിയർ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഗൈഡ് ലൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ ഗൈഡ് ലൈനിലോട്ട് പോകാം. അതായത് സെയിം സൈറ്റും ഡിഫറെൻറ്റ് സ്റ്റേജും വരുന്ന കേസാണ് മൂന്നാമത്തെ ഗൈഡ് ലൈൻ. അവിടെ നമ്മൾ ഹയസ്റ്റ് സ്റ്റേജ് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. സോ സെയിം സൈറ്റ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റേജ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എപ്പോഴും ഹയസ്റ്റ് സ്റ്റേജ് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് റൈറ്റ് ഹിപ്പിൽ സ്റ്റേജ് 3 അൾസർ, അതുപോലെ തന്നെ റൈറ്റ് ഹിപ്പിൽ സ്റ്റേജ് 4 അൾസർ. സോ ഇവിടെ നമ്മൾ ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേജ് 4 അൾസർ, അതായത് റൈറ്റ് ഹിപ്പ് സ്റ്റേജ് 4 അൾസർ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. ഇനി വരുന്ന ഒരു കേസാണ് ഹീൽഡ് പ്രഷർ അൾസറിൻ്റെ. നമ്മുടെ ഇതിൽ പ്രഷർ ഹീൽഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോഡൊന്നും ചെയ്യില്ല. അതേ മറിച്ച് പ്രഷർ അൾസർ ഹീലിങ്ങിലാണെന്ന് പറഞ്ഞാൽ നമ്മളത് കോഡ് ചെയ്യണം. സോ പ്രഷർ അൾസർ ഹീൽഡ് എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്യണ്ട, ഹീലിംഗ് പ്രഷർ അൾസർ ആണെങ്കിൽ കോഡ് ചെയ്യണം. അടുത്തതാണ് ഓൺ സ്റ്റേജ് പ്രഷർ അൾസർ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഇവോൾവ്ഡ് ടു അനദർ സ്റ്റേജ്. ഇതൊരു എക്സെപ്ഷൻ കേസാണ്, ഇതിന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ എന്ന് പറയുന്നത് അഡ്മിഷൻ ടൈമിൽ ഒരു സ്റ്റേജ് ആയിരിക്കും, പിന്നീട് ചേഞ്ച് ചെയ്ത് വേറൊരു സ്റ്റേജിലോട്ട് പോകുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ വന്ന സ്റ്റേജ് ആയിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. ദെൻ അതർ ദാൻ അഡ്മിഷനിൽ വന്ന ഹയസ്റ്റ് സ്റ്റേജ് ആയിരിക്കും പിന്നീട് കോഡ് ചെയ്യുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ കേസിൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ അഡ്മിറ്റ് ആകുമ്പോൾ വന്ന സ്റ്റേജ് ആയിരിക്കും കോഡ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് അതർ ദാൻ അഡ്മിഷനിൽ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും പിന്നീട് കോഡ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പം പേഷ്യൻ്റ് അഡ്മിറ്റ് ആയ സമയത്ത് അയാൾക്ക് സ്റ്റേജ് 4 അൾസർ ആയിരുന്നു, പിന്നീട് ചേഞ്ച് ആയി അത് സ്റ്റേജ് 3യിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 2യിലോട്ടാണ് മാറിയിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും കോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം അഡ്മിറ്റ് ആയപ്പോൾ ഉള്ള സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 4 ആയിരിക്കും, അതായിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. ദെൻ കോമ ഇട്ടിട്ട് ഇപ്പോൾ സ്റ്റേജ് 3യും സ്റ്റേജ് 2 ആണ് എക്സാമ്പിളായിട്ട് പിന്നെ പറഞ്ഞത്. സോ അതിൽ അതർ ദാൻ അഡ്മിഷൻ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ളത് സ്റ്റേജ് 3 ആണ്. സോ നമ്മൾ ആ സ്റ്റേജ് 3 മാത്രമേ പിന്നീട് കോഡ് ചെയ്യുള്ളൂ, സ്റ്റേജ് 2 എടുക്കാറില്ല. സോ ആൻസർ വരുന്നത് സ്റ്റേജ് 4, സ്റ്റേജ് 3 എന്നായിരിക്കും. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ്റെ കേസിൽ നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ വന്ന സ്റ്റേജ് ആയിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്, പിന്നീട് അതർ ദാൻ അഡ്മിഷനിൽ വന്ന ഹയസ്റ്റ് സ്റ്റേജ് ആയിരിക്കും പിന്നീട് കോഡ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് സ്റ്റേജ് 4ലാണ് വന്നപ്പോൾ ഉണ്ടായിരുന്നത്, ദെൻ അത് സ്റ്റേജ് 3യിലോട്ട് പോയി, ദെൻ ഫൈനലി അത് സ്റ്റേജ് 2യിലെത്തി. സോ നമ്മൾ കോഡ് ചെയ്യുമ്പം ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത കോഡായിട്ടുള്ള സ്റ്റേജ് 4, ദെൻ അതർ ദാൻ അഡ്മിഷനിൽ വെച്ച് ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേജ് 3 ആണ് കോഡ് ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് ഗൈഡ് ലൈൻ ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് പ്രഷർ അൾസർ present on admission but healed at the time of discharge. Code for the site and stage of the pressure ulcer at the time of admission. അതായത് അഡ്മിറ്റ് ചെയ്തപ്പോൾ അൾസർ ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന്, പിന്നീട് അത് ഹീൽഡ് ആയെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഉള്ള സ്റ്റേജ് ആൻഡ് സൈറ്റ് മാത്രമായിരിക്കും കോഡ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പം ഒരു പേഷ്യൻ്റ് അയാൾക്ക് റൈറ്റ് ഹിപ്പ് അൾസറാണ് സ്റ്റേജ് 1, പിന്നീട് അത് ഹീൽഡ് ആയെന്നാണ് പറയുന്നത്. സോ കോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റൈറ്റ് ഹിപ്പ്
അൾസർ സ്റ്റേജ് 1 മാത്രമായിരിക്കും കോഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഓൾറെഡി ഹീൽഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീൽഡ് ആയിട്ടുള്ള അൾസർ നമ്മൾ കോഡ് ചെയ്യില്ല, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. സോ ലാസ്റ്റ് ഗൈഡ് ലൈനിൽ നമ്മൾ പറയുന്നത് അഡ്മിറ്റ് ചെയ്തപ്പോൾ അൾസർ ഉണ്ടായിരുന്നു, പിന്നീട് ഹീൽഡ് ആയി. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഉള്ള സൈറ്റ് ആൻഡ് സ്റ്റേജ് മാത്രമായിരിക്കും കോഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഗൈഡ് ലൈൻസ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.